ശ്രീ രാജേന്ദ്രൻ, വിധിയുടെ വിശദാംശങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. 15-ൽ 14 പ്രതികൾക്കും വധശിക്ഷയാണ്. ഇത് സ്വാഗതം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ വധശിക്ഷയെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ഇന്ന് ലോകത്താകമാനം പുരോഗമന ചിന്താഗതിക്കാർ കാത്തു സൂക്ഷിക്കുന്നതാണ്. വധശിക്ഷ ഒരു പ്രാകൃതമായ ശിക്ഷാവിധിയാണെന്നും അത് ഒരു കാലത്തും തുടരാൻ പാടില്ല എന്നുമുള്ള ചിന്ത ശക്തമായിട്ടുള്ളതാണ്. മാത്രമല്ല, സുപ്രീം കോടതിയിലെ ചില ന്യായാധിപർ തന്നെ വ്യത്യസ്തമായ അഭിപ്രായം ഇക്കാര്യത്തിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ ഇതാണെങ്കിൽ എന്റെ അറിവിൽ 15 പേർക്ക് ഒരു ക്രിമിനൽ കേസിൽ വധശിക്ഷ വിധിക്കുന്നത് അത്യപൂർവമാണ്. അപ്പൊ ആ നടപടിയെ സംബന്ധിച്ച് ഞാനൊരു അഭിപ്രായത്തിലേക്ക് പോകുന്നില്ല. കാരണം വധശിക്ഷയെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് സുചിന്തിതമായ ചില ചർച്ചകളും അഭിപ്രായ പ്രകടനങ്ങളും നടക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ കേസില് കാലതാമസം കൂടാതെ കൊണ്ട് കേരള പോലീസ് ഫലപ്രദമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി കോടതിയിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തി ഇരകൾ കൂടെ താല്പര്യമുള്ള സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിച്ചു. അപ്പൊ അക്കാര്യത്തിൽ നിയമത്തിന്റെ വഴിക്ക് വിടാൻ, അവിടെയാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. നിയമത്തെ അതിന്റെ വഴിയെ പോകുന്നതിന് യാതൊരുവിധ ഇടപെടലും കേരള സർക്കാർ നടത്തിയിട്ടില്ല. അത് സ്വതന്ത്രമായ ഒരു സംവിധാനമായി പോയിട്ടുണ്ട്. അത് ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. അല്ല എങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം സത്യസന്ധമായ നിയമവ്യവസ്ഥയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള അന്വേഷണങ്ങൾ പലപ്പോഴും അട്ടിമറിക്കപ്പെടുകയാണ്. ഇപ്പം രഞ്ജിത്ത് ശ്രീനിവാസന്റെ വധം ഏറ്റവും ക്രൂരമായ വധമാണ്. അത് അത്യപൂർവത്തിൽപ്പെട്ടതാണെന്ന് കോടതി തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. പക്ഷെ അതേസമയം നമ്മുടെ രാജ്യത്ത് സ്ഫോടനങ്ങളിൽ, ബോംബ് സ്ഫോടനങ്ങളിൽ നിരവധി ആൾക്കാർ മരണമടഞ്ഞ കേസുകളടക്കം സന്യാസിമാരടക്കം വന്നിട്ടുള്ള കേസുകളിലെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ബിൽക്കൂസ് ബാന് കേസിലെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഗോദ്ര കേസിലെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്ത് നിയമത്തിൽ വലിയ വലിയ കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റം വരുത്തേണ്ട കാലമുണ്ട്. കോടതികളും അക്കാര്യത്തിൽ ഗൗരവമേറിയ ചിന്തയ്ക്ക് വിഷയീഭവിക്കേണ്ടുന്ന കാലം കൂടെയാണ്. അപ്പൊ ഇത് വളരെ 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 സ്വാഗതാർഹമായ ഒരു വിധിയാണ് എന്ന് അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുന്നില്ല. അതേസമയം കാരണം എന്താ, നമ്മുടെ രാജ്യത്ത് സമാനമായതോ അല്ലെങ്കിൽ അതിനേക്കാൾ ക്രൂരവുമായ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. അതിനേക്കാൾ ഭീകരമായിട്ടുള്ള, തീവ്രമായിട്ടുള്ള പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. ആ കേസുകളിലെല്ലാം പലപ്പോഴും പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതിന് 15 പേർക്ക് കടുത്ത ശിക്ഷ കൊടുത്തു എന്നുള്ളത് ന്യായം. പക്ഷെ ആ 15 പേർക്ക് അതില് നേരിട്ട് പങ്കെടുത്തവരുണ്ട്, ഗൂഢാലോചനയിൽ പങ്കെടുത്തവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ കോടതിയുടെ വിധിയെക്കുറിച്ച് ഞാൻ എന്റെ അഭിപ്രായം പറയുന്നില്ല. പക്ഷെ അത് സ്വാഗതാർഹമാണ് എന്ന അഭിപ്രായം അത് ഞാൻ രേഖപ്പെടുത്തുന്നില്ല. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ. ഇനി മറ്റ് ഉപരി കോടതികളുണ്ട്, മേൽക്കോടതികളുണ്ട്, അവരൊക്കെ ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഞാൻ അതിനകത്ത് ഊന്നൽ നൽകുന്നത് കേരള സർക്കാർ ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരുവിധ നിയന്ത്രണവും കൊടുക്കാതെ കണ്ട്, ബാഹ്യമായ പ്രേരണയോ നിയന്ത്രണമോ ഇല്ലാതെ കണ്ട്, സ്വാധീനമോ ഇല്ലാതെ കണ്ട് മുമ്പോട്ട് പോയി എന്നുള്ളത് അത് എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. അതാണ് ഞാൻ ഈ വിധിയിൽ കാണുന്ന പ്രത്യേകത. കാരണം കാലതാമസം വന്നില്ല. എത്രയും വേഗം വിചാരണ പൂർത്തിയാക്കി എത്രയും വേഗം കോടതിക്ക് അതിന്റെ വിധി പ്രഖ്യാപിക്കാൻ കഴിയും. അതാണ് അതിന്റെ ഒരു പ്രത്യേകതയായി ഞാൻ കാണുന്നത്. മറിച്ച് ക്യാപിറ്റൽ പണിഷ്മെന്റ് അതിനോട് വ്യക്തമായ ഒരു അഭിപ്രായം ഉള്ള ഒരാളാണ് ഞാൻ. ക്യാപിറ്റൽ പണിഷ്മെന്റ് നമ്മുടെ രാജ്യത്ത് ഗുണകരമല്ല എന്ന വിശ്വാസമുള്ള ഒരാൾ എന്ന തരത്തിൽ ഇതിനെ സ്വാഗതം ചെയ്യുക സ്വാഭാവികമായും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതേസമയം കോടതി ഇന്നത്തെ നിയമവ്യവസ്ഥയ്ക്ക് നിന്നുകൊണ്ട് പരമാവധി ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ശരി, നന്ദി. ശ്രീ രാജേന്ദ്രൻ, ലോയേഴ്സ് യൂണിയന്റെ നേതാവാണ്, അദ്ദേഹമാണ് പ്രതികരിച്ചത്.